Hello friends, voice sound പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോണിൻ്റെ റിവ്യൂ ആണ്. നമ്മൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഫോണിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോട്ടോ G71 എന്ന ഫോണിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ്. സോ ഞാൻ ആലോചിച്ചു ആദ്യം ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യണോ അതോ ഫുൾ റിവ്യൂ ചെയ്യണോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു 1 വീക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ റിവ്യൂ ആയിട്ട് ചെയ്യാം. അപ്പം ഈ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നി. എസ്പെഷ്യലി ഇപ്പോൾ ഒരു 15K അല്ലെങ്കിൽ 20Kയുടെ ഇടയ്ക്ക് ഒരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും ഈ വീഡിയോ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഫോണിൻ്റെ ബേസിക് ഫീച്ചേഴ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ മുകളിലായിട്ടൊരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മോട്ടോയുടെ ഇപ്പോഴത്തെ മിക്ക ഫോൺസിനും ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ ലോക്ക് സ്ക്രീൻ ബട്ടണും വരുന്നുണ്ട്. പിന്നെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിംഗിൾ സ്പീക്കറിൻ്റെ വെൻ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മെയിൻ മൈക്ക്, അതുപോലെ ടൈപ്പ് സി പോർട്ട്, പിന്നെ നമ്മൾ 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ സിം പോർട്ട്, അതായത് ഡുവൽ സിമ്മാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണെങ്കിൽ ഒരു 3 മൊഡ്യൂളിലാണ് വരുന്നത്. അതായത് ഒരു 50MB പ്രൈമറി മെയിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 8 ഒരു ഡെപ്തും അൾട്രാ വൈഡും കൂടി ചേർന്നും വരുന്നുണ്ട്. അതുപോലെ ഒരു 2MB ഡെപ്തും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു സിംഗിൾ ക്യാമറ 16MB ആണ് വരുന്നത്. സോ ഇത്രയും കാര്യമാണ് ഫിസിക്കലി ഈ ഫോണിൻ്റെ കാര്യത്തിൽ നമുക്ക് മെയിനായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഫോൺ വരുന്നത് ഈ ഒരു ബോക്സിലാണ്. മോട്ടോറോളയുടെ ഇപ്പോഴത്തെ മിക്ക ഫോൺസും ഈ ഒരു ടൈപ്പ് ബോക്സിലാണ് വരുന്നത്. സോ ഈ ഒരു ബോക്സിൽ ഒരുപാട് കണ്ടൻസ് ഒന്നും ഇല്ലായിരുന്നു. ഈ ബോക്സിൽ മെയിനായിട്ടും വരുന്നത് നമ്മളുടെ ഫോൺ കൂടാതെ തന്നെ അതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് മോട്ടോറോള തരുന്നത്. വലിയ കാര്യമാണ്. മോട്ടോറോള സാധനങ്ങളുടെ കാര്യത്തിൽ ഒരു ഇത്തിരി കുറഞ്ഞ വാട്ടർ റേറ്റിംഗ് ആണ് വരുന്നതെങ്കിലും ഈ പ്രാവശ്യം നമുക്കൊരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും പിന്നെ അതിൻ്റെ USB കേബിൾ, അത് ടൈപ്പ് A to ടൈപ്പ് C കേബിളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു കേസും ഫോണിൽ ഇടാനുള്ളൊരു ബാക്ക് കേസും വരുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ബോക്സിൽ വരുന്ന കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, ഈ ഒരു കളറിൽ മാത്രമല്ല നമുക്കൊരു ഗ്രീൻ വേരിയൻറ്റും വരുന്നുണ്ട്. അതായത് അതിൻ്റെ പേര് ഏതാണ്ട് ഒരു നെപ്റ്റ്യൂൺ ഗ്രീൻ അങ്ങനെ എന്തോ ഒരു കളറാണ്. ഇത് ആർട്ടിക് ബ്ലൂ ആണ്. സോ ഞാൻ ബ്ലൂ ആണ് ഓപ്റ്റ് ചെയ്തത്. ഗ്രീൻ ഇഷ്ടമുള്ളവർക്ക് ഗ്രീനും എടുക്കാം. സോ നമുക്ക് ഫോണിൻ്റെ ഫുൾ റിവ്യൂലോട്ട് കിടക്കാം. സോ ലാസ്റ്റ് ഒരു 1 വീക്കായിട്ട് ഞാൻ ഈ ഫോണിൻ്റെ പ്രൈമറി സിമ്മിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഫോണിൻ്റെ ആദ്യം നമ്മൾ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു പുതിയ പ്രോസസ്സറാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അതെനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഫോണിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ 6GB റാമും 128 റോമും വരുന്ന ഒറ്റ വേരിയൻറ്റിലാണ് ഈ ഫോൺ സെയിൽ ചെയ്യുന്നത്. അതുപോലെ 2GB റാം ബൂസ്റ്റ് ഉണ്ടെന്ന് മോട്ടോറോള ഇതിൽ പറയുന്നുണ്ട്. സോ ഒരു ഒക്ടാ കോറിൻ്റെ പ്രോസസ്സർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറാണിത്. ഇപ്പോൾ നമുക്ക് 695 കേൾക്കുമ്പോൾ 600 സീരീസ് ആണ് എന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. പക്ഷേ ഈ ഫോൺ ആക്ച്വലി നമുക്കൊരു 700 സീരീസ് വരേണ്ടതാണ്. അവരുടെ നെയിമിങ്ങിൽ എന്തുകൊണ്ടോ അവരുടെ നെയിമിംഗ് കൺവെൻഷനിൽ 695 എന്നാണ് ഇതിൽ കൊടുത്തത്. പക്ഷേ നമുക്കൊരു ഡയമൻസിറ്റി 810 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ഒരു സ്നാപ്ഡ്രാഗൺ 765 ആ ഒരു സീരീസിൻ്റെ പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ പെർഫോമൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് മോട്ടോറോള അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ കാര്യത്തിൽ അവരൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ലെന്നാണ് പറയാം. പിന്നെ സ്വാഭാവികമായിട്ട് സംശയം വരുന്നത് ഇത് 600 സീരീസ് ആയതുകൊണ്ട് പെർഫോമൻസ് ഒത്തിരി കുറയുമോ എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംശയം വരാം. പക്ഷെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല. നമുക്ക് നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വരാം. ഡിസ്പ്ലേ ആണ് എനിക്ക് ഈ ഫോണിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടും തോന്നിയത്. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഒരു ബ്ലാക്ക് വരുന്ന ഒരു തീം ഇട്ടിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ബ്ലാക്കിൽ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു AMOLED ഡിസ്പ്ലേ ഇതാണ് കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റി AMOLED ഡിസ്പ്ലേ ആണ്. പൊതുവെ എനിക്ക് സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഭയങ്കര ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ആൻഡ്രോയിഡ് ഫോൺസിൽ തോന്നിയിട്ടുള്ളത്. ഏകദേശം ആ ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്ത റിയൽമിയുടെ ഒരു AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. അപ്പോൾ അതിലും ക്വാളിറ്റി എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്യുന്നുണ്ട്. 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ഫുൾ HD+ ആണ്, AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാൻ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും പ്രോബ്ലം ഇല്ല. ഡിസ്പ്ലേ സൈഡിൽ നല്ല ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററി സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് 5000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ ഒരു ലൈറ്റ് വെയ്റ്റഡ് ഫോണാണ്. 5000 mAh ബാറ്ററിയുടെ വെയിറ്റ് ഒന്നും തോന്നുന്നില്ല. അതായത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ വളരെ നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ഫോണിൻ്റെ കേസിൽ.
പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിതിലൊരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ മോട്ടറോള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. സാധാരണ ഒരു ഇത്തിരി കൂടി കുറഞ്ഞ റേറ്റിംഗ് തരുന്നതാണ് സാധാരണ ഫോണിലൊക്കെ. പക്ഷേ ഇതിൽ നമുക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈവൻ ഒരു 10% ഒക്കെ ആണെങ്കിൽ പോലും ഒരു 20% ഒക്കെ ആകുമ്പോഴാണ് ഞാൻ സാധാരണ ചാർജ് ചെയ്യുന്നത്. വിത്തിൻ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേണ്ടുന്ന ഒരു ചാർജ് തന്നെ കിട്ടുന്നുണ്ട്. സോ ഇതിൽ ഡുവൽ സിമ്മാണ് വരുന്നത്. നമുക്ക് 2 സിം ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്കൊരു റബ്ബർ ഗ്യാസ്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിമ്മിൻ്റെ അവിടെ. അതുകൊണ്ട് തന്നെ ഇത് IP58 റേറ്റഡ് ആണ്. അതുകൊണ്ട് ചെറിയ സ്പ്ലാഷസോ വാട്ടർ വീണാലും നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. വളരെ കുറച്ച് ആപ്സ് മാത്രമേ ഈ ഫോണിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുള്ളൂ. എസ്പെഷ്യലി ഗൂഗിളിൻ്റെ ആപ്സും മോട്ടോയുടെ ആപ്സും ആണ് വരുന്നത്. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഫോണിൽ ഫേസ്ബുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഫേസ്ബുക്ക് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. ചില ഫോണിൽ ഫേസ്ബുക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ നെറ്റ് കണക്റ്റ് ആയ സമയത്ത് ക്രെഡ് എന്ന് പറയുന്ന ഒരു ആപ്പും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. വേറെ വലിയ ബ്ലോട്ട്വെയർ ഒന്നുമില്ല. ക്ലീൻ യൂസർ ഇൻ്റർഫേസ് തന്നെ ആയിരുന്നു. അങ്ങനെയുള്ള കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. അതുകൂടാതെ തന്നെ നമുക്കിതിനകത്തൊരു തിങ്ക് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാര്യം നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി, അതായത് ഫിഷിംഗ് വെബ്സൈറ്റ്സിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്താലും നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ആ ഒരു എണ്ണം കൊടുത്തിരിക്കുന്നത്. അത് മോട്ടോ ഇപ്പോൾ ഒരുവിധം അവരുടെ എല്ലാ ഫോൺസിനും അത് കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ നമ്മൾക്ക് സാധാരണ ഒരു യൂസറിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമുക്കിതിനകത്ത് NFC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് ഇനേബിൾഡ് ആണ് ഫോൺ. നമ്മൾ ഡോൾബി അറ്റ്മോസിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് സാധാരണ മിക്ക ഫോണുകളിൽ നമുക്കതിൽ ഹെഡ്ഫോണോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സിലൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് അത് ഇനേബിൾ ആവുന്നത്. പക്ഷേ ഇതിൽ ഫുൾ ടൈം ഓണാണ്. അത് നമ്മളെ സ്പീക്കറിലും ഡോൾബി അറ്റ്മോസ് ഇനേബിൾഡ് ആണ്. സോ ഇനി എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ ഈ ലാസ്റ്റ് 1 വീക്കിൽ ഞാനിപ്പം വളരെ ഇമ്പ്രസ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഞാനൊരു റിയൽമി ഫോണിൽ നിന്ന് പ്രൈമറി സിം മാറ്റിയതുകൊണ്ടായിരിക്കും എനിക്ക് ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ടായിരിക്കണം എനിക്ക് ഒരു യൂസർ ഇൻ്റർഫേസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം തീർച്ചയായിട്ടും ഒരു ക്ലീൻ UI ഇഷ്ടമുള്ളവർക്ക് ഈ ഫോണിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും ഓക്കെയാണ്. നമുക്ക് ഈ ഒരു ബാക്ക് സൈഡ് വരുന്നത് നമുക്ക് പ്ലാസ്റ്റിക് ആണ്. ഗ്ലാസ് പോലെ തോന്നുമെങ്കിലും പ്ലാസ്റ്റിക് ആണ്. ഒരു ഗ്ലാസ്റ്റിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ലൊരു ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരുപാടങ്ങ് വലിയ ഡിസൈനൊന്നുമില്ല, ഒരു സിമ്പിൾ ഡിസൈനാണ്. എനിക്ക് പൊതുവേ സിമ്പിൾ ഡിസൈൻസ് ഇഷ്ടമാണ്. സോ എന്നാലും നല്ല ഭയങ്കര ഈ ഒരു പ്രൈസിൽ തന്നെ ഇതിപ്പോൾ 19,000 ആണ് നമുക്ക് സെയിൽസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇതിന് നല്ല ഡിസൈൻ വരുന്ന ഫോൺസ് ഉണ്ട്. അത് പിന്നെ ഓരോ യൂസേഴ്സിന് ഇഷ്ടമാണ്. എനിവേ എനിക്ക് ഒരു സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ബാക്ക് സൈഡിലാണ്. മോട്ടോയുടെ ലോഗോ അവിടെ വരുന്നുണ്ട്. അതിപ്പോൾ മിക്ക ഫോണിലും നമുക്കൊരു സൈഡ് മൗണ്ടഡ് ഒക്കെ തരുന്നുണ്ട്. ബട്ട് അതൊരു വലിയ പ്രോബ്ലം അല്ല. എന്നാലും ഒരു ലേറ്റസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സൈഡ് മൗണ്ട് ഉള്ളവർക്ക് ചിലപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നും. പക്ഷേ ഇത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ അവർക്ക് ഇൻ ഡിസ്പ്ലേയിൽ നമുക്ക് അതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ അതും അവർ കൊടുത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈഡും അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ ഈ ഒരു 1 വീക്കിൽ ഞാൻ വളരെയധികം ഇമ്പ്രസ് ആയിട്ടുണ്ട്. സോ ഇനി ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയാം. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ഈ ഫോൺ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ നല്ല ബാറ്ററി ബാക്കപ്പ്, എന്തായാലും ഒരു 1 ഡേ കൂടുതൽ മിക്ക യൂസേഴ്സിന് കിട്ടാൻ സാധ്യത ഉള്ളൊരു ബാറ്ററി തന്നെയാണ് ഈ ഫോണിലുള്ളത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള യൂസേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ 2 ഡേയ്സ് വരെ കിട്ടാം. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ചാർജായി കിട്ടുന്നുണ്ട്. സോ ഇനി പെർഫോമൻസ് സൈഡിലോട്ട് വന്നാൽ ഞാൻ ഇതിൽ ആക്ച്വലി അത്യാവശ്യം കുറേ നേരം ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബെഞ്ച് മാർക്സ് നോക്കിയാലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഗെയിമിങ്ങും അതുപോലെ തന്നെ എഡിറ്റിങ്ങിനൊന്നും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഗെയിമിങ്ങിൻ്റെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഗെയിമിംഗ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് കാണും, അത് നിങ്ങൾ കണ്ടു നോക്കുക. എനിവേ ഒരു മീഡിയം സെറ്റിങ്സിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു സെറ്റിങ്സിലിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ തന്നെ നടന്നോളൂ, അതൊന്നും പ്രശ്നമില്ല. കാര്യം നല്ലൊരു പ്രോസസ്സറാണ്. ഇനി എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറയുടെ കാര്യമാണ്. സോ മോട്ടോറോളയുടെ ഫോൺസ് പൊതുവേ ക്യാമറയുടെ കാര്യത്തിൽ അത്രയും നല്ല ഒരു പെർഫോമൻസ് തരാറില്ല. പക്ഷേ ഈ ഒരു കേസിൽ മോട്ടോറോളയുടെ ഇതുവരെയുള്ള പല ഫോൺസിനെക്കാളും എനിക്കിതിൻ്റെ ക്യാമറ ഇഷ്ടപ്പെട്ടു. അവരുടെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു UI തന്നെയാണ്, വലിയൊരു വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഇനി ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. കാരണം ഈ ഒരു റേഞ്ചിൽ
ഇതിലും നല്ല ക്യാമറ വരുന്ന ഫോൺസ് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറച്ച് ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഉണ്ട് എന്നെ കാണിക്കുന്നതായിരിക്കും. സോ ഈ ക്യാമറയുടെ സെറ്റിങ്സിലോട്ട് വരുമ്പം നമുക്ക് ഫോട്ടോ വീഡിയോ മോഡ്സ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ 1x സൂം അതെല്ലാം കിടപ്പുണ്ട്. പിന്നെ നമ്മൾ മോർ സെറ്റിങ്സിലോട്ട് വന്നാൽ പോർട്രേറ്റ്, പ്രോ മോഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാധാരണ ഫോണിൽ കാണുന്ന എല്ലാ ഒരു ഫീച്ചേഴ്സും ഇതിലും വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ വീഡിയോയുടെ കേസിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ആക്ച്വലി ഫുൾ HD മാത്രമേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതൊരു പ്രോബ്ലമായിട്ട് എനിക്ക് വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നില്ല. കാരണം നമ്മൾ ഫുൾ HD മിക്കവാറും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം 4K ഷൂട്ട് ചെയ്യുമ്പം എന്തായാലും ഫോൺ നല്ല ചൂടാവാനും സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും 4K അപ്സ്കെയിൽ ചെയ്യാനൊക്കെ പറ്റും. ബട്ട് എനിവേ ഈ ഒരു റേഞ്ചിൽ 4K ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുന്ന ഒരുപാട് ഫോൺസ് ഉണ്ട്. അപ്പോൾ ഈ കേസിൽ ഫുൾ HD മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. സോ ക്യാമറ സൈഡിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇപ്പം കാണിക്കാം. സോ ഇതൊക്കെ ഞാനൊരു അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉള്ളപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെയാണ്. അത് ഞാൻ അതുപോലെ തന്നെ പ്രോ മോഡൊന്നും ഇട്ടില്ല. കാരണം പ്രോ മോഡ് ഇടുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു നോർമൽ സെറ്റിങ്ങിലിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കാണിക്കുന്നത്. അതുപോലെ എൻ്റെ ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം ഡീസൻ്റ് ആണ്, കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കി. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ മോട്ടോറോളയുടെ ഇതുവരെയുള്ള പല ഫോൺസിനേക്കാളും എനിക്ക് ക്യാമറ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവർക്കൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾക്ക് Android 11 ഈ ഫോൺ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്കൊരു ഫെബ്രുവരി, മാർച്ച് അല്ലെങ്കിൽ ഉടനെ തന്നെ നമുക്കൊരു Android 12 അപ്ഡേറ്റ് ഈ ഫോണിന് വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 2 ഇയറിൻ്റെ നമ്മളുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് അവർ ഉറപ്പ് തരുന്നുണ്ട്. സോ ആ സൈഡ് വലിയൊരു കുഴപ്പമില്ല. പിന്നെ OT അപ്ഡേറ്റ്സ് ഇത്തിരി കൂടി സ്പീഡ് മോട്ടോറോള ആക്കിയിരുന്നെങ്കിൽ നല്ലതായിരിക്കും. കാരണം ചില സമയത്ത് OT അപ്ഡേറ്റ്സിന് നല്ലൊരു ഡിലേ വരാറുണ്ട്. പക്ഷേ എനിവേ 2 ഇയേഴ്സ് അവർ നമുക്ക് അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ Android 12 നമുക്ക് ഇനേബിൾ ആവുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു 1 വീക്ക് യൂസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അതായത് നമ്മൾ ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ, അതുപോലെ നല്ലൊരു പെർഫോമൻസ് സൈഡ്, അതുപോലെ തന്നെ നല്ല ബാറ്ററി കാര്യങ്ങൾ, അതുപോലെ ചാർജിങ് എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ ഒരു നോർമൽ യൂസറിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിനകത്ത് തോന്നിയ കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിനു മുമ്പ് ഞാനൊരു മോട്ടോറോളയുടെ ഒരു ഫോണിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഗാലറി ആപ്പില്ല, നമ്മൾ ഗൂഗിൾ ഫോട്ടോസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഗൂഗിൾ ഫോട്ടോസിൻ്റെ കാര്യം നമുക്കെല്ലാം അറിയാം. ഇപ്പം അതിനകത്ത് കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൂഗിൾ ഫോട്ടോസിൻ്റെ കേസിൽ. അതുപോലെ തന്നെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഗാലറി ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആൽബംസ് ക്രിയേറ്റ് ചെയ്യാനും ഷെയറിങ്ങും ഒക്കെ കുറച്ചും കൂടി എനിക്ക് അതൊരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. പക്ഷേ അതൊരു യൂസറിൻ്റെ ഇഷ്ടമാണ്. എന്നാലും അതെനിക്ക് എന്തോ ഒരു ഗാലറി ആപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം തോന്നി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ റിയൽമി ഫോണിൽ നിന്ന് ഈ പെട്ടെന്ന് സിം മാറ്റിയോണ്ടായിരിക്കാം. എന്തായാലും അതൊരു ചെറിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒരു ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിലും കുറച്ച് അത്യാവശ്യം ഒരു നല്ലൊരു ഡിസൈൻ, ഭയങ്കര ഒരു സിമ്പിൾ ഡിസൈൻ അല്ലാതെ ഇത്തിരി കൂടി നല്ലൊരു ഡിസൈൻ ആഗ്രഹിക്കുന്നൊരു സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഡിസൈൻ ഇത്തിരി കൂടി നല്ലതാവാം എന്നും തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും സൈഡിൽ വരാം എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. സോ ഡിസൈൻ വൈസ് എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സിമ്പിൾ ഡിസൈൻസ് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്ക് കവർ ഇട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വലിയൊരു ഇഷ്യൂവുമില്ല. എനിവേ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ബാക്ക് കവർ ഓക്കെയാണ്. നമുക്ക് നല്ല ബാക്ക് കവർ അതുപോലെ തന്നെ ഒരു ടെമ്പേർഡും ഒട്ടിച്ചാൽ നല്ലതായിരിക്കും ഒട്ടിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഡിസൈൻ വൈസ് ഒരു സിമ്പിൾ ഡിസൈൻ ആയിപ്പോയി, ഒരുപാട് സിമ്പിൾ ഡിസൈൻ ആയിപ്പോയോ എന്നാണ് എൻ്റെ ഒരു സംശയം. പക്ഷേ എനിക്കതൊരു പ്രോബ്ലമായിട്ട് തോന്നിയില്ല. എന്നാലും അത് ചിലവർക്ക് ഒരു പക്ഷേ ഇത്തിരി കൂടി നല്ല ഡിസൈൻ വേണമായിരുന്നു എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളൊരു സ്ട്രീമിങ് വീഡിയോ ഉണ്ട് ഏത് ഫോണും ഒരു 1 hour ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ബാക്ക് സൈഡൊക്കെ ഒന്ന് ചൂടാവും. അതുപോലെ കണ്ടിന്യൂസ് ഗെയിമിങ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ചെറുതായിട്ട് ചൂടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നോർമൽ നമ്മൾ ഡേ ടു ഡേ യൂസിലും കാര്യങ്ങളിലും ഒന്നും യാതൊരു മാമാവുന്നോ അല്ലെങ്കിൽ ലാഗോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ ഡിസ്പ്ലേയുടെ കേസിൽ ഇതിൽ 60 Hz ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്, 90 Hz ഒന്നും അല്ല. 90 Hz തന്നിരുന്നെങ്കിലെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ 60 Hz നോർമൽ യൂസിൽ വലിയ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺ സൈഡിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷനിലോട്ട് പോകാം. സോ എനിക്കൊരു കൺക്ലൂഷനിൽ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് 5G ബാൻഡ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മളുടെ ഫോണിൻ്റെ പേര് തന്നെ Moto G71 5G എന്നാണ്. ആൾമോസ്റ്റ് ഒരു 13 ബാൻഡ്സ് ഓഫ് 5G നമുക്ക് തരുന്നുണ്ട്. ഈ റേഞ്ചിൽ തന്നെ ഏറ്റവും കൂടുതലാണ്. സോ ഈ ഒരു കേസ് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു
ഇത്രയും നല്ലൊരു ഐഡിയൽ മിഡ് റേഞ്ചർ ഇപ്പോൾ ഇല്ല. കാരണം എല്ലാ ഫീച്ചേഴ്സും ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ നല്ലപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നോർമൽ യൂസറിന് വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ലൊരു ഐഡിയൽ മിഡ് റേഞ്ച് ആയിട്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും തോന്നുന്നത്. ഇനി ഇത് ആർക്കാണ് മേടിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു 19,000 വരുന്ന ഒരു ഫോണാണ്. അപ്പം ഒരു മിഡ് റേഞ്ച് തന്നെയാണ്. ഒരു 20,000 ബിലോ നമ്മളൊരു ഐഡിയൽ മിഡ് റേഞ്ച് കാറ്റഗറി ആയിട്ടാണ് ഇപ്പോഴും പറയുന്നത്. സോ ഇത് നമുക്കൊരു അത്യാവശ്യം ഓവറോൾ പെർഫോമൻസ് വേണ്ടുന്ന ഒരു യൂസറിനോ അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന ഒരു യൂസറിനോ ആയിരിക്കും ഇത് ഏറ്റവും നല്ലത്. കാര്യം ഈ ഫോൺ മിക്കവാറും ഒരു ക്ലീൻ UI ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഫോൺ ഇഷ്ടപ്പെടുന്നത്. സോ എന്നാലും അത്യാവശ്യം പെർഫോമൻസും വേണം, എല്ലാ സൈഡിലും നല്ലൊരു റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പ്രശ്നങ്ങളൊന്നും വരില്ല. സോ ഇതാണ് എൻ്റെ ഒരു വ്യൂ ഈ ഫോണിനെ കുറിച്ച്. തീർച്ചയായിട്ടും ഈ ഫോൺ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളൊരു 15,000-നും 20,000 ഇടയ്ക്ക് നല്ലൊരു ഓവറോൾ പെർഫോമറിനെയും അതൊരു 2-3 ഇയേഴ്സ് കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നവരുമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോണൊന്ന് പരിഗണിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഫോണിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അത് ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പ്സിലോട്ട് ഷെയർ ചെയ്യുക. എസ്പെഷ്യലി ഒരു ഫോൺ പുതിയതായിട്ട് എടുക്കാൻ നോക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഈ ഒരു ടൈമിൽ സേഫായിട്ട് ഇരിക്കാൻ നോക്കുക. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.